പക്ഷെ അതിനകത്തൊരു ചെറിയ കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിന് നമ്മൾ കാലിത്തീറ്റ, അതായത് നമ്മൾ കാലിത്തീറ്റ ഒരു പ്രോസസ്ഡ് ഫുഡാണ് കേട്ടല്ലേ, അത് കൊടുക്കാതെ കിട്ടുന്ന പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് സാധാരണ ഓർഗാനിക് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സീനിയറിയിൽ ഇത് കുറച്ചൊക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ കുറച്ച് മിൽക്കൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് രാവിലെ. ഞങ്ങൾ ശ്രീകാര്യം ബേസ് ചെയ്തിട്ട് കുറേ വീടുകൾക്ക് 150 ലിറ്ററോളം പാല് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 2 ഫാമിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമാണ്. അപ്പം അവർക്ക് പോലും പിന്നെ കാലിത്തീറ്റയും സ്റ്റാഫുകളെല്ലാം വെച്ച് ഇപ്പോൾ 30 പശുവുള്ള യൂണിറ്റ് പോലും അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100% ഓർഗാനിക് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അതേപോലെ നമ്മൾ അടിവളമായിട്ട് നമ്മൾ ഇവിടുന്ന് കോഴിക്കാരം, ആട്ടിൻ കാഷ്ടം, നമ്മൾ പോൾട്രി മെനൂർ കൊടുക്കാറുണ്ട്. പോൾട്രി മെനൂർ നമ്മൾ എടുക്കുന്നത് മുട്ടക്കോഴി, ഇറച്ചിക്കോഴി 2 ഫാമുണ്ട്. അപ്പം 2 സ്ഥലത്ത് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അവർ